ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ടൂറ് പോകാനായിട്ട് പോകാം കേട്ടോ. ഗോവയ്ക്കാണ് പോകുന്നത്. പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. സമയം ഏകദേശം 3:50 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 4 മണിക്ക് പുറപ്പെടണമെന്നാണ് ആഗ്രഹം. ലഗേജ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ ബാഗേ ഉള്ളൂ, ബാക്കി 2 ലഗേജ് നമ്മുടെ വൈഫിൻ്റെയും കുട്ടികളുടെയുമാണ്. അപ്പോൾ രാവിലെ വണ്ടിയെല്ലാം തിരിച്ച്, രാത്രി മഴയായതുകൊണ്ട് വണ്ടിയെല്ലാം തിരിച്ച് ലഗേജ് കയറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായി അവരവരുടെ ലഗേജ് ഇപ്പോൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സച്ചപ്പം നല്ല കരച്ചില രാവിലെ എണ്ണീറ്റ്. അവരിങ്ങനെ ലഗേജ് കയറ്റുന്ന ഒരു കാറിന്റെ താക്കോല് ഇവിടെയാണ് നമ്മൾ സാധാരണ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ താക്കോൽ എടുത്തിട്ടുണ്ട്. ഇനി ഡിക്കി ഓപ്പൺ ചെയ്യുന്ന കലാപരിപാടിയാ. സമയം 3:50. ഇതെടുത്ത് കൊച്ചുകൂടെ ഇരിക്കും, ഉമ്മ എടുത്ത് വെക്കട്ടെ. അപ്പോൾ എടുക്കണേ. സമീപ പ്രദേശങ്ങളിലെല്ലാവരും നല്ല ഉറക്കമാണ്. കുറച്ച് വീടുകളിൽ ആൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ 1 by 1 ലഗേജ് കയറുന്നുണ്ട്. സച്ചപ്പ ഇങ്ങോട്ടാ രാവിലെ. അടുത്ത ലഗേജും പുതപ്പെല്ലാം എടുത്തിട്ടുണ്ട്. സമയം 4 മണിയായി. അങ്ങനെ ഞങ്ങള് യാത്ര പുറപ്പെടുക കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. നമ്മൾ ഏകദേശം റൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് തൊടുപുഴ, മൂവാറ്റുപുഴ, തൃശ്ശൂർ, കോഴിക്കോട് വഴി ഇങ്ങനെ പോകണമെന്നാണ് നമ്മൾ രാവിലെ കണക്കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ വെളുപ്പിനായതുകൊണ്ട് വണ്ടിയെല്ലാം തീർത്ത് കുറവാണ്. ഫസ്റ്റ് നമുക്ക് ഡീസൽ അടിക്കാനുണ്ട്. അപ്പോൾ ഡീസൽ അടിക്കാനായി ഞാനിങ്ങനെ പമ്പിലോട്ട് പോവുകയാണ്. ഈരാറ്റുപേട്ടയിലെ ഒരു ഫേമസ് പമ്പാണ്. അതെല്ലാവരും നാട്ടുകാർ മിക്കവരും ആ പമ്പാണ് യൂസ് ചെയ്യുന്നത്. CCM പമ്പ് എന്ന് പറയും. CCM പമ്പാണ് 24 hour ഉള്ളത്. ബാക്കി 2 പമ്പ് 24 hour ഇല്ല. അപ്പോൾ പമ്പിൽ കയറി ഡീസൽ അടിക്കാം. ഏകദേശം ഒരു 2000 രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ അടിക്കുന്നത്. കാരണം മംഗലാപുരം എത്തിയാൽ മതി. കർണാടക കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഡീസലിന് വില കുറവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 2000 രൂപയ്ക്ക് അടിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കേരളത്തിലെ ഡീസലിൻ്റെ റേറ്റ് അറിയാം. ഏകദേശം ഈരാറ്റുപേട്ടയിൽ, അതായത് കോട്ടയം ജില്ലയിൽ 95 രൂപ 14 പൈസയാണ്. ഞാനിപ്പോൾ 2000 രൂപയ്ക്കാണ് അടിക്കുന്നത്. കാരണം കർണാടക ബോർഡർ എത്തിയാൽ നമുക്ക് ഡീസലിന് ഇച്ചിരി റേറ്റ് കുറവുണ്ട്. അതുകൊണ്ടൊന്ന് നോക്കാം, റേറ്റ് കുറവ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ 2000 രൂപയ്ക്ക് ഡീസൽ അടിച്ചുകൊണ്ട് നമ്മുടെ പമ്പിൽ വെള്ളം ചോദിച്ചിട്ടുണ്ട്. സാധാരണ പമ്പിൽ കോംപ്ലിമെന്ററി ആയിട്ട് വെള്ളം തരുന്നതാ. പണ്ട് ഇവിടുന്ന് സ്ഥിരം നമ്മൾ ഇതേപോലെ വെളുപ്പം കാലത്ത് ഇഷ്ടംപോലെ ഡീസൽ അടിച്ച് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കുപ്പി വാട്ടർ കോംപ്ലിമെന്ററി ആയിട്ട്, വാട്ടറാണ് ചോദിച്ചത്. എത്ര കുപ്പി കിട്ടും എന്നറിയില്ല. 2000 രൂപയ്ക്ക് ഒരു കുപ്പി തരും എന്നാണ് എക്സ്പെക്ടേഷൻ. കണ്ടോ അവിടെ ഒരു വ്യക്തി കണ്ടോ, ഒരാള് 3 കുപ്പിയായിട്ടാണ് പോകുന്നത്. കണ്ടോ, 3 കുപ്പി വെള്ളമാണ് കോംപ്ലിമെന്ററി ആയിട്ട് മേടിച്ചത്. അപ്പോൾ ഫുൾ ടാങ്ക് ആയിരിക്കും അടിച്ചതേ. ഇതിലൊരു കുപ്പി നമുക്കുള്ളതാ കേട്ടോ. 2 കുപ്പി അദ്ദേഹം കൊണ്ടുപോയി, 1 കുപ്പി നമുക്ക് കിട്ടി കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ പമ്പ, CCM പമ്പ്. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നൊരു പമ്പ, 24 hour ഉള്ള പമ്പ. എല്ലാ നാട്ടിലും, മിക്ക നാട്ടിലും 24 hour ഉള്ള ഒരു പമ്പ് മിനിമം കാണും കേട്ടോ. കാണാത്ത നാടുകളിലുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. സാധാരണ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പമ്പ് ഒരു നാട്ടിൽ കാണും. അപ്പൊ നമ്മുടെ നാട്ടിൽ CCM പമ്പാണ്. അപ്പൊ 2000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. അപ്പോൾ അത്യാവശ്യം ലിവ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട്. അപ്പൊ അര ടാങ്കിന്റെ മേളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ കർണാടക പിടിക്കാൻ ഏകദേശം ഇത് മതിയായിരിക്കും. കർണാടക പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡീസലിന് ഏകദേശം 10 രൂപ ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പോയി നോക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ ഡീസൽ അടിച്ചു. നമ്മളിങ്ങനെ യാത്ര വീണ്ടും പോവുകയാണ്. ഈരാറ്റുപേട്ട ടൗണാണ്. വെളുപ്പായതുകൊണ്ട്
വണ്ടി തീർത്ത് കുറവാണ്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ആരെപ്പോൾ വന്നാലും നമ്മളൊരു 4-5 ഓട്ടോ ഇവിടെ സ്ഥിരം യാത്രക്കാർക്ക് വേണ്ടി സൗകര്യം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇത് ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിയണം. ലെഫ്റ്റ് പോയാൽ പാലാ പോകും. എറണാകുളമൊക്കെ പോകണമെങ്കിൽ ലെഫ്റ്റ് പാലാ വഴിയും പോകാം, റൈറ്റ് തൊടുപുഴ വഴിയും പോകാം. അപ്പോൾ നമ്മൾ റൈറ്റ് എടുത്തു. അതൊക്കെ ഇങ്ങനെ പോവുകയാണ്. സച്ചപ്പൻ ബഹളം തുടങ്ങിയിട്ടുണ്ട് രാവിലെ. അവനിപ്പോൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ കൂടെ കോഴിക്കോട് വരെ നമ്മുടെ കൂടെ എൻ്റെ അളിയനും കൂടെ വരുന്നുണ്ട്. അവനൊരു ചെറിയ ബിസിനസ് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇന്നലെ ബസ്സൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറയുക നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരും കൂടെ നമ്മുടെ കൂടെ കോഴിക്കോട് വരെയുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യണം. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പോക്കറ്റ് റോഡ് കയറി ഇങ്ങനെ പോവുക. ഹലോ, ഇപ്പം നമ്മൾ അങ്കമാലി എത്തിയിട്ടുണ്ട്. സമയം 5:40 നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പത്തലുണ്ട്. നെയ്പത്തലല്ലേ? അപ്പം അകത്ത് പോയിരുന്നു കുടിക്കാം. എടുത്തു ലച്ചു, ലച്ചു എടുത്ത് കഴിച്ചു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എപ്പോൾ പോയാലും നമ്മൾ അങ്കമാലി നിർത്തി നമസ്കരിച്ച് ഒരു കോഫിയും നെയ്പത്തിരി ഇവിടുന്ന് കഴിക്കാറുണ്ട്. ഇവിടുത്തെ നെയ്പത്തിരി സൂപ്പറാണ്. ഇതാണ് സാധനം, കണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇതാണ് നെയ്പത്തിരി. ഇതും ഒരു കോഫിയും ഇവിടെ വന്ന് കഴിക്കാതെ പോകത്തില്ല. എപ്പോൾ യാത്ര പുറപ്പെട്ടാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ നമ്മൾ ഭദ്രയ ഹോട്ടലിലാണ് ടീം സ്നാക്സും കഴിക്കുക. അതായത് ജംഗ്ഷന് തൊട്ട് മുമ്പാണ് സ്ഥലം. നമ്മുടെ അവിടെ തൃശ്ശൂർ, സേലം, എറണാകുളം എന്ന് പറഞ്ഞൊരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അത് നേരെ ഓപ്പോസിറ്റാണ്. ഇത് 24 hour ഉള്ള ഷോപ്പാണ്. അപ്പോൾ എപ്പോൾ വന്നാലും ഒരു കോഫിയും പത്തിരിയും അടിപൊളിയാണ് ഇവിടെ. ടോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഈ ടോള് കൊടുക്കാതെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ടോള് കൊടുക്കാതെ പോകാൻ ഒരു വഴിയുണ്ട്. അപ്പോൾ 1.25 കിലോമീറ്റർ മുമ്പേ എന്ന് പറഞ്ഞൊരു ബോർഡ് നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം മുമ്പോട്ട് പോവുക. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പാലം ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ടോള് കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. ഒരു 2-3 മിനിറ്റേ നമുക്ക് നഷ്ടം വരത്തുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ചില സമയത്ത് ഈ ടോളിന്റെ ഒക്കെ പ്രശ്നം വരുന്നവർക്ക് ഈ ഒരു ഷോർട്ട് വഴി നമുക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടോ? അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ചൊരു 100 മീറ്റർ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഓവർടേക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ ഒരു പാലം വരും. ഓവർടേക്ക് ചെയ്താൽ ചിലപ്പം പാലം മിസ്സാവും. ഇത് കണ്ടോ? ഇവിടെ ഒരു കാണല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു വഴി കയറി ആ പാലം കയറുമ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് കട്ട് ചെയ്താൽ മതി. അപ്പൊ അതൊക്കെ അവിടെ വന്നാൽ മതി. ആ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് കനാലിന്റെ സൈഡിൽ കൂടെ വരുമ്പോൾ ഇത് കൂട്ടൊരു റോഡ്, ഒരു 1.5 കിലോമീറ്റർ റോഡുണ്ട്. അപ്പൊ 1.5 കിലോമീറ്റർ റോഡ് ഇങ്ങനെ വരുമ്പോൾ റോഡ് ഇച്ചിരി മോശമാ. ഇപ്പോഴാണ് മോശമാകാൻ തുടങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ ടോള് കഴിഞ്ഞിട്ടുള്ള വഴിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഇവിടെ കുറച്ച് ഓട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരേ വഴിയാ, തിരിയാനൊന്നുമില്ല. ആ വഴി നേരെ കയറി വന്നാൽ മതി. പക്ഷേ ഇവിടെ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ഒന്ന് റൈറ്റ് കട്ട് ചെയ്യേണ്ടി വരും. ജസ്റ്റ് പതുക്കെ നോക്കി വന്നാൽ മതി. ഇങ്ങനെ വന്നാൽ ഒരു 90 രൂപ എന്ത് കിട്ടും? ലാഭം കിട്ടും. ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഓടിയാൽ മതി. പിന്നെ ടോളിലൊക്കെ ഭയങ്കര ബ്ലോക്ക് വരുന്ന ദിവസവും നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ കയറി വരാൻ പറ്റും. അത് ഭയങ്കര ബെനിഫിറ്റാണ്. ചില ദിവസങ്ങളിൽ ഭയങ്കര ബ്ലോക്ക് വരാറുണ്ട്. ബ്ലോക്കൊക്കെ വരുമ്പോൾ ഇതിലെ ജസ്റ്റ് കയറി വന്നാലും എളുപ്പമായിരിക്കും. അപ്പോൾ പലർക്കും ഈ വഴി അറിയാം, കുഴപ്പമില്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ് കേട്ടോ. ഓക്കെ, ഏകദേശം
സമയം 7 മണിയാകുന്നുണ്ട്. തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫേമസ് ആയ ഈസ്റ്റ് ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് കട്ട് ചെയ്തിട്ട് വേണം പോകാൻ. എൻ്റെ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ കട്ട് ഷോട്ട് ചെയ്ത് കയറി പോകേണ്ടി വരും. അപ്പൊ അത് നോക്കേണ്ടിയിരിക്കും. ഇതിപ്പോ ഈസ്റ്റ് ഫോർട്ട് എത്തി. ഇപ്പൊ നേരെ മ്യൂസിയം റോഡ് വഴി നമ്മൾ കോലരി പോയി അവിടെ നമ്മൾ കോഴിക്കോട് റൂട്ടിൽ കയറും. അപ്പോൾ അങ്ങനെ പോകുന്നു. ഓക്കെ, തൃശ്ശൂർ എത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷ പോലെ തന്നെ റൂട്ട് ഡീവിയേഷൻ ഉണ്ട്. കോലരിയിൽ നിന്ന് നമുക്ക് നേരെ പോകാൻ പറ്റില്ല, റൂട്ട് ഡീവിയേറ്റ് ചെയ്യണം. ഇത് നമുക്ക് അറിയാവുന്ന റൂട്ടാണ്. കാരണം തൃശ്ശൂർ ഞാനൊരു 2-2.5 വർഷം തൃശ്ശൂർ ഞാൻ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ഈ റൂട്ട് അറിയാം. നമ്മുടെ ഈ ഏതമ്പലം, ശ്രീ ശങ്കര ഉടങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകണം. പോകുമ്പോ ഒരു 100 മീറ്റർ വരുമ്പോ ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട് കണ്ടോ? ഈ വീട്ടിലാണ് ഞാനൊരു 1.5 വർഷം താമസിച്ച വീടായത്. തൊട്ട് താഴെ ഒരു അമ്മയുണ്ട്. അമ്മ മാത്രമേ ഉള്ളൂ, മക്കൾ അമേരിക്കയില. അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് കുറെ കാലം. അപ്പോ ഇത് നമ്മുടെ സ്ഥിരം വഴിയാ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോ നമുക്ക് ശോഭാ സിറ്റി മാളിന്റെ ഇപ്പുറം വന്ന് കയറാൻ പറ്റും. നമ്മുടെ യൂസുഫ് അലിക്കാടെ ലുലു അല്ലെന്നേ, നമ്മുടെ ഹയാത്തിന്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് അപ്പുറം കയറാൻ പറ്റും. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് വഴിയായത്. ചിലര് അയ്യന്തോട് വഴി ഇറങ്ങിപ്പോകും. അറിയാവുന്നവര് അറിയാൻ മേലാത്തൊരു ഇതിലേ കയറിയാലും മതി. അവിടെ റോഡ് പണി നടക്കുക, അതുകൊണ്ടാണ് ഈ ഒരു ഡൈവേർഷൻ വരുന്നത് ഇവിടെ. ഓക്കെ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നല്ല മനോഹരമായ വഴികള് നമ്മൾ പല റീൽസിലും കാണുന്നതാ. ഇപ്പൊ റെഡിയായിക്കൊണ്ടിരിക്കുക, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കുറെ ഭാഗങ്ങൾ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. വർക്ക് തീരുമ്പോ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടൊക്കെ എത്താൻ ഒരു 1.5 മണിക്കൂറിൽ നമുക്ക് എത്താൻ പറ്റും. നല്ല അടിപൊളി റോഡാണ്, സൂപ്പർ വ്യൂ ആണ്. അപ്പോ നമുക്ക് വർക്കെല്ലാം പെട്ടെന്ന് തീരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ കോഴിക്കോട് യാത്രയൊക്കെ വളരെ ഈസി ആയിട്ട് മാറും. നല്ല സൂപ്പർ ഹൈവേ ആണ്, അടിപൊളി. സച്ചു എടാ, ഏകദേശം 10 മണിയോടുകൂടി നമ്മൾ കോഴിക്കോട് ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് KSRTC ഓപ്പോസിറ്റുള്ള ടോപ്പ് ഫോമിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചത്. ഫോണിന് ചാർജ് കുറവായതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ കണ്ണൂരിലോട്ട് നമുക്ക് ട്രാവൽ ചെയ്യണം. നമ്മുടെ കൂടെ എൻ്റെ അളിയനുണ്ടായിരുന്നു. അവിടെ കോഴിക്കോട് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം കണ്ണൂർ നമുക്ക് പോകാൻ. ഞങ്ങൾ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ടോപ്പ് ഫോമിൽ വന്നാണ്. നല്ല ഫുഡാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബെറ്റർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മുടെ കോഴിക്കോടിലെ ടോപ്പ് ഫോം. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1 വീഡിയോ. അപ്പോൾ ബാക്കി നമ്മുടെ ഗോവ ട്രിപ്പിന്റെ വിശേഷങ്ങൾ പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.